പാലക്കാട് ധോണിയിലെ PT-7 ആനയെ ഒടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുകയാണ്. ആനയുടെ കാട്ടിനുള്ളിൽ വെച്ച് പിടികൂടിയ ഭാഗത്തെ ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആനയുടെ കണ്ണ് കറുത്ത തുണി വെച്ച് മൂടിയിരുന്നു. അത് വീണ്ടും ശരിയാക്കി വെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആനയുടെ പുറത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. രാവിലെ മയക്കുവെടി വെച്ച ആനയ്ക്ക് ശരീരം ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ്, അതിനെ തണുപ്പിക്കാനാണ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇനി 3 കുങ്കിയാനകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ 3 കുങ്കിയാനകളുടെ നേതൃത്വത്തിൽ ആനയെ ലോറിയിലേക്ക് മാറ്റും. ആന പൂർണ്ണമായും മയക്കത്തിൽ തന്നെയാണ്. ആനയുടെ തൊട്ടടുത്ത് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഏകദേശം പൂർണ്ണമായും തന്നെ ആന വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും മയക്കത്തിൽ തന്നെയാണ്. മയക്കം വിട്ടുപോകുന്ന അവസ്ഥ വന്നാൽ വീണ്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാൻ തയ്യാറായി ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും അടുത്തു തന്നെയുണ്ട്. ഈ സ്ഥലത്തേക്ക് കാട്ടിനുള്ളിലേക്ക് ലോറി എത്തിച്ച് ആ ലോറിയിൽ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി PT-7 കയറ്റുക എന്നുള്ള വലിയ ഭാരിച്ച ജോലിയാണ് ഇനി വനം വകുപ്പിനുള്ളത്. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് വളരെ സമയമെടുത്താണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ JCB മാറി ലോറി അടുത്തേക്ക് വരുത്തിക്കണം. ലോറിയുടെ പ്ലാറ്റ്ഫോം അത് ആനയ്ക്ക് കയറാവുന്ന തരത്തിലേക്ക് താഴ്ത്തി റാമ്പ് ചെയ്യണം. കാരണം നമുക്ക് ഈ നാടൻ ആനകളൊക്കെ അല്ലെങ്കിൽ ഉത്സവത്തിന് ആനയെ കൊണ്ടുപോകുന്ന പോലെ ഈ സ്റ്റെപ്പ് കയറ്റിയിരുന്നും ഈ കാട്ടാനയെ കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് സ്മൂത്തായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ വഴി ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ ഇനിയാണ് ശ്രമകരമായിട്ടുള്ളത്. കാരണം ഇതുവരെ വഴി നേരാക്കിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇനി താഴ്ത്തണം. ഈ ലോറി നിൽക്കുന്നത് പിന്നെ സാവകാശവും ശ്രദ്ധയോട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി പ്ലാറ്റ്ഫോം താഴ്ത്തി ഈ ആനയെ തിരിച്ച് അതിലേക്ക് കയറ്റണമെങ്കിൽ കുറേയും കൂടി സമയം വേണം. എന്നാൽ 1 മണിക്കൂർ സമയം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ഉറപ്പാണ്. ഇനി അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ കൊണ്ടുപോകുന്ന വഴിയുണ്ട്. നമുക്ക് പ്രസാദ് നമുക്ക് കണ്ടതാണ്. ഒരു വണ്ടിക്ക് ഒരു ജീപ്പിന് മാത്രം പോകാൻ കഴിയുന്ന വഴിയിലൂടെയാണ് ഇനി ഇതിന് കൊണ്ടുപോകേണ്ടത്. 2 വഴികൾ, ഒന്ന് മുണ്ടൂരിൽ പോയി ദേശീയപാത വഴി കയറാൻ കഴിയും, ഒന്ന് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് വഴി നേരെ ധോണിയിലേക്ക് എത്തിക്കും. ഇത് വഴി പോയാലും ആളുകൾക്ക് അതൊരു കാഴ്ച വിരുന്നാവുന്നുള്ള ഒരു സംശയം വേണ്ട. പക്ഷേ അതിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി മുന്നിൽ കണ്ടിട്ട് വേണ്ടി വരും. എന്തായാലും പോലീസ്, ഞാനിപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ നിന്നിരുന്നത് വേറൊരു പോയിന്റിലാണ്. അപ്പം അവിടെ നോക്കുമ്പോൾ സമയത്ത് നമ്മൾ രാവിലെ ആനയെ പിടിച്ചു എന്നറിയുന്ന സമയത്ത് അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആളുകളെ ഒന്നും കാണുന്നില്ല. അതായത് ആളുകൾ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് PT-7 ആ 3 കുങ്കിയാനകൾ വലം വെച്ച് ഇവരുടെ വലയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കാഴ്ച കാണാൻ വേണ്ടി അവിടുന്ന് ആളുകൾ ഓടുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കപ്രതിയില്ലാതിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും അനുമോദ് ഇതിന്റെ ഓരോ ചലനങ്ങളും, അതായത് PT-7 ഇവിടുന്ന് ലോറിയിൽ കയറ്റുന്നത് വരെയുള്ള ഓരോ നിമിഷങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിനുവേണ്ടി അനുമോദം പറയും നിൽക്കുന്നുണ്ട്. ഞാൻ കാടിന് ഉള്ളിൽ വെച്ചാണ് ഞങ്ങളുടെ 2 റിപ്പോർട്ടർമാരും ഈ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദ സംരക്ഷണത്തിലും വീഡിയോയിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. റേഞ്ചിൻ്റെ കുറവൊക്കെ ആ പ്രദേശമുണ്ട്. പക്ഷേ അപ്പോഴും പ്രേക്ഷകർക്ക് പരമാവധി ദൃശ്യങ്ങൾ, അത്യപൂർവമായ ദൃശ്യങ്ങളാണ് ഇങ്ങനെ ഒരു ആനയെ പിടികൂടുക എന്നത്. അത് ഇന്ത്യയിലെ തന്നെ സമാനതകളില്ലാത്തൊരു ദൗത്യമാണ്. PT-7 പോലെ അക്രമകാരിയായ ഒരു കൊമ്പനെ പിടികൂടുക. അതും ഇന്നലെ അടക്കം ദൗത്യസംഘം ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഉൾക്കാട്ടിലേക്ക് PT-7 കടന്നുപോയിരുന്നു. പക്ഷേ ഇന്ന് ഉൾക്കാട്ടിൽ നിന്ന് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ മാത്രമേ ഇങ്ങനെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയൂ. ലോറി എത്തിച്ച് ആ ലോറിയിൽ ആനയെ തൊട്ടടുത്തൊക്കെ ലോറി എത്തിച്ച് അവിടെ ആനയെ കയറ്റാൻ കഴിയണം. ചെങ്കുത്തായ പ്രദേശമോ അല്ലെങ്കിൽ ഒരുപാട് ഉൾക്കാടുകളിലൊക്കെ ആണെങ്കിൽ ആനയെ മയക്കുവെടി വെച്ചാലും ആനയെ പരിധിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. ദീർഘദൂരം നടത്തി ആനയെ കൊണ്ടുവരാൻ കഴിയില്ല. ഏറ്റവും അടുത്ത് ലോറി എത്തിച്ച് കുങ്കി ആനകളുടെ സഹായത്തോടുകൂടിയാണ്. അനുമോദ് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്താണ് ഇനി അടുത്ത നീക്കങ്ങൾ? കിരൺ, നമ്മൾ ഈ ആനയ്ക്ക് തൊട്ടടുത്തതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് നമുക്ക് ക്യാമറയിൽ കാണാൻ കഴിയും. ആനയുടെ മുഖത്ത് കറുത്ത തുണി വെച്ചിരുന്നു, അതിലേക്ക് വെള്ളം ഒഴിച്ചിരുന്നു. ആനയെ ഇനി അവിടുന്ന് നീക്കാനുള്ള ഒരു നടപടികൾ അല്പസമയത്തിന് ആരംഭിക്കും. പക്ഷേ അതിന് ചില പ്രതിസന്ധികളൂടെയുണ്ട്. കാരണം ആനയെ കൊണ്ടുപോകാനുള്ള ലോറി അത് ഈ ആനയ്ക്ക് അരികിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി JCB ഉപയോഗിച്ച് വഴി ഒരുക്കുന്നുണ്ട്. മാത്രമല്ല നേരെ ഈ ലോറിയുടെ പ്ലാറ്റ്ഫോം അത് തറ നിരപ്പിൽ നിന്നും താഴ്ത്തി വേണം
നിർത്താൻ ഒരു റാമ്പ് പോലെ ഒരു സൗകര്യം ഒരുക്കണം. അല്ലെങ്കിൽ നമ്മൾ നാട്ടാനകളെ ഉത്സവത്തിന് കൊണ്ടുപോകുന്ന പോലെ ലോറിയിലൊന്നും ഈ സെഡേഷനിൽ നിൽക്കുന്ന PT-7 പോലെയുള്ളൊരു കാട്ടാനയെ കയറ്റി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ആ തരത്തിൽ അതിന് മുൻപിൽ ഒരു കുറച്ച് താഴെ ആഴത്തിൽ കുഴി ഒരുക്കി വേണം ലോറിയിലേക്ക് ആനയെ കയറ്റുവാൻ. അപ്പോൾ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കാൻ അല്പം കൂടി സമയം എടുക്കും. അതുകൊണ്ടാണ് ഇനി ഉള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതുവരെ മയക്കത്തിലായിരുന്ന PT-7 ഇനി അല്പം സെഡേഷനിൽ നിന്ന് മാറ്റണം എങ്കിൽ മാത്രമേ ലോറിയിലേക്ക് കയറ്റാനാവുകയുള്ളൂ. ആനയുടെ മുൻപിലായിട്ട് കുങ്കിയാനകൾ നിൽക്കുന്നുണ്ട്. ആനയുടെ കാലുകൾ സ്വാഭാവികമായിട്ടും വടം കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടാവും, നമ്മളത് കാണുന്നില്ല. ആനയുടെ മുഖം കറുത്ത തുണി മൂടിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു തരത്തിലും ആന ഒരു പ്രതികരണത്തിനോ പ്രകോപനങ്ങൾക്കോ മുതിരരുത്. സെഡേഷൻ വിട്ട് പെട്ടെന്ന് ഉണർന്നാലും അതിന് അക്രമാസക്തമായുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അതിനെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ആന അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനെ തടയാൻ വേണ്ടിയാണ് കോന്നി സുരേന്ദ്രനടക്കമുള്ള കുങ്കിയാനകളെ ആനയ്ക്ക് ചുറ്റും ഇപ്പോൾ എന്തിനും സജ്ജമാക്കി നിർത്തിയിട്ടുള്ളത്. ആനയ്ക്ക് അനങ്ങാൻ കഴിയില്ല, PT-7 അനങ്ങാൻ കഴിയില്ല എന്നുറപ്പാണ്. കാരണം 3 കുങ്കിയാനകൾ ആനയുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ആനയുടെ കാലുകൾ വടം കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആനയ്ക്ക് ചുറ്റും വനം വകുപ്പിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ വേണ്ടി വന്നാൽ അടുത്തൊരു മരുന്ന്, സെഡേഷന് വേണ്ട അടുത്തൊരു മരുന്ന് നൽകാൻ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. ആനയെ കൊണ്ടുപോകാനുള്ള വഴി, ലോറിക്ക് വരാനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ സമയം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. 1 മണിക്കൂർ സമയം എങ്ങനെ പോയാലും 1 മണിക്കൂർ സമയം ഈ ആനയെ ഇവിടെ നിന്നും ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി വരും. അതിനേക്കാൾ ഉപരി ഒരു ഉത്സവത്തിനുള്ള ആള് ഈ ആന നിൽക്കുന്ന വനപ്രദേശത്തിനടുത്തുള്ള റബ്ബർ എസ്റ്റേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വഴികളും ഇവിടേക്ക് എന്ന രീതിയിൽ റബ്ബർ എസ്റ്റേറ്റിലൂടെ ആളുകൾ ഒഴുകിയെത്തുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ റബ്ബർ എസ്റ്റേറ്റിലെ മരങ്ങൾക്ക് മുകളിലെല്ലാം തന്നെ ആളുകൾ 3-4 ആളുകളാണ് ഒരു മരത്തിൻ്റെ മുകളിൽ ഏറ്റവും ഉയരത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഈ നാടൊന്നാകെ ഈ ഒരു ആനയെ പിടികൂടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും നാട്ടുകാരുടെ ആശങ്കയും ആധിയും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ നമുക്കിനി കാണിക്കാൻ കഴിയുന്നത് ഈ നാട്ടുകാരുടെ ആശ്വാസത്തിൻ്റെ മുഖമാണ്, ആശ്വാസമുള്ള മുഖമാണ്, ചിരിയാണ്. അവർക്ക് ഇനിയും ആനകളെ പേടിയുണ്ടെങ്കിൽ പോലും PT-7 എന്ന അവരുടെ പേടി സ്വപ്നം, PT-7 എന്ന അവരുടെ ഉറക്കം കെടുത്തിയിരുന്ന കൊമ്പൻ, അവരുടെ ജീവനും സ്വത്തിനും നാശം വരുത്തിയിരുന്ന, ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് തടസ്സമായിരുന്ന, ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അവരുടെ വീട്ടിലേക്ക് കുതിച്ചു എത്തിയിരുന്ന ഒരു കൊമ്പൻ, അവരുടെ വിളകൾ അത് നെല്ലായിക്കോട്ടെ, വാഴയായിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, ഏതാണെങ്കിലും അത് പൂർണ്ണമായി നശിപ്പിച്ചിരുന്ന ആ കൊമ്പനെ ഇപ്പോൾ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. ആ കൊമ്പനെ മയക്കുവെടി വെച്ച് വീഴ്ത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് വഴിയൊരുക്കുന്നതിൻ്റെ ദൃശ്യമാണ്. പുറകില് മരങ്ങളെ നീക്കിയിട്ട് വേണം ഈ ആനയിലേക്ക് വണ്ടി എത്തിക്കാനുള്ള വഴിയൊരുക്കാൻ. നമുക്കറിയാം, കാടാണ്. വഴി എന്നത് തീർച്ചയായും ഒരുക്കിയിട്ട് തന്നെ വേണം. നാട്ടിലെ പോലെ എളുപ്പത്തിൽ ഈ കാട്ടുമരങ്ങൾ പിഴുതുമാറ്റുകയും കാട്ടുമരങ്ങളെ വേരുകൾ പറിക്കുകയൊന്നും ചെയ്യാനാവില്ല. അതിൻ്റെതായ സമയം അതിനെ കിട്ടുന്നുണ്ട്. പുറമെ ഈ വഴിയേക്കാൾ താഴ്ത്തി ഒരു പ്ലാറ്റ്ഫോം പോലെ ഈ ലോറിയിലേക്ക് കയറാൻ ആനയ്ക്ക് സൗകര്യമുണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നു. മറുവശത്ത് ധോണി എന്ന നാട്ടിൻ പ്രദേശം ഒന്നാകെ ഈ എസ്റ്റേറ്റിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. കിരൺ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയും PT-7 തൊട്ട് അരികിൽ തന്നെയുണ്ട്. പ്രസാദ്, ഈ ധോണിയിലെ ആളുകളെല്ലാം ഇങ്ങനെ ഈ കാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നാൽ ഈ ദൗത്യസംഘത്തിന് അവരുടെ തുടർ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രയാസമാവില്ലേ? ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഒരുപാട് ആളുകൾ ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞോ? PT-7 രാവിലെ പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയത് മുതൽ നിർത്താതെയുള്ള സംരക്ഷണം ന്യൂസ് 18 തുടരുകയാണ്. ന്യൂസ് 18 ചാനലിലൂടെയും
ന്യൂസ് 18 യൂട്യൂബിലൂടെയും ആയിരക്കണക്കിന് ആളുകളാണ് തത്സമയം ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെയൊക്കെ തന്നെ അത്യപൂർവമായ ഒരു ആന പിടുത്തത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളുമാണ് അല്ലെങ്കിൽ ഓരോ ചലനങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. PT7 എന്ന അപകടകാരിയായ ഒരു കൊമ്പനെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. പൂർണ്ണമായും ആന ഈ PT7 കുങ്കിയാനകളുടെ വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ എത്തിയിരിക്കുന്നു. ഇനിയും ഏറെ ദൗത്യമുണ്ട്. ഈ ആനയെ വീണ്ടും തിരിച്ച് ലോറിയിൽ കയറ്റാൻ കഴിയണം. ആ ലോറി അവിടെ നിന്ന് സുരക്ഷിതമായി തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളുമെല്ലാം നടക്കാനുണ്ട്. ലോറി അവിടെ ഉൾക്കാട്ടിലേക്ക് ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച് ആ ലോറിയിലേക്ക് സാധാരണ നാട്ടാനകളെ കയറ്റുന്നത് പോലെ കാലുയർത്തി വെച്ച് കയറ്റാനാവില്ല. ലോറിയെ തറനിരപ്പിന് താഴെ ലോറിയുടെ തട്ട് കൊണ്ടുവരണം. അവിടേക്ക് വേണം ഈ ആനയെ കയറ്റാൻ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കാട്ടിൽ. അങ്ങനെ പ്രത്യേക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അനുയോജ്യമായ സ്ഥലം നോക്കി ലോറിക്ക് വീണ്ടും മൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥലം നോക്കി ഇത്തരം ഒരു സ്ഥലം ഒരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസാദ്, കേൾക്കാമോ? ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ പ്രസാദ്, കിരൺ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നത് ഒരുപക്ഷെ ഇവരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നലെ വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷേ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. കാട്ടിൽ ആനയുടെ തൊട്ടരികിലാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ പ്രസാദ് ഉടുമ്പശ്ശേരിയും CV അനുമോദം നിൽക്കുന്നത്. പ്രസാദ്, ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്, സാരമില്ല, തുടരാം. ഇത്ര ആളുകൾ കിരൺ, നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്നലെ കൂടുതൽ പോലീസിനെ രാവിലെ തന്നെ അവിടെ വിന്യസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഈ മരത്തിന് മുകളിലെല്ലാം ആളുകൾ കയറി നിൽക്കുന്ന, ഇവിടെ മുൻവശത്തുള്ള ഈ മരത്തിന് മുകളിലെല്ലാം ആളുകൾ കയറി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പിടികൂട്ടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏറെ നേരത്തെ അനുമോദം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും കുറച്ച് സമയം കൂടി, സാവകാശം കൂടി എടുക്കും ഇതിനെ ലോറിയിലേക്ക് കയറ്റാൻ. അതിനുള്ള റോഡ് ക്രമീകരിക്കുന്ന തിരക്കുകളിലാണ് നടക്കുന്നത്. കൂടുതൽ പോലീസ് ഇവിടേക്ക് വരേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇനിയും ആളുകൾ, അതായത് വിവരമറിഞ്ഞ് പല ദേശത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇനിയും സമയം പോവുകയാണെങ്കിൽ ഈ ഭാഗത്ത് അത്രയേറെ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ 7 മാസമായി പാലക്കാട് ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്ന PT7 എന്ന കാട്ടാനയെ ഒടുവിൽ വരുതിയിലാക്കിയിരിക്കുന്നു. PT7 ഇന്ന് രാവിലെ ആണ് മയക്കുവെടി വെച്ചത്. കഴിഞ്ഞ ദിവസമൊക്കെ മയക്കുവെടി സംഘം PT7 തിരിഞ്ഞെങ്കിലും ഉൾക്കാട്ടിലേക്ക് PT7 വലിഞ്ഞിരുന്നു. ഉൾക്കാട്ടിൽ വെച്ച് മയക്കുവെടി വെച്ചാലും ആനയെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല. കൃത്യമായി ലോറിയൊക്കെ അടുത്തുവരെ എത്തിച്ച് ലോറിക്ക് ഉള്ളിലേക്ക് ആനയെ കയറ്റാൻ കഴിയണം. അങ്ങനെ മാത്രമേ ആനയെ അവിടെ നിന്ന് എത്തിക്കാൻ കഴിയൂ. ദീർഘദൂരം നടത്തിക്കൊണ്ട് വരാൻ കഴിയില്ല. അത്തരമൊരു അനുയോജ്യമായ സ്ഥലത്തേക്ക് PT7 ഇന്ന് രാവിലെ എത്തിയ അതേസമയം തന്നെ സംഘം കൃത്യമായി വെടിയുതിർക്കുകയായിരുന്നു. ഇപ്പോൾ ആന പൂർണ്ണമായും മയക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ മയക്കം വിട്ടുണർന്നാൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കാൻ തയ്യാറായി മയക്കുവെടി സംഘം. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള 75-അംഗ സംഘം തൊട്ട് അരികിൽ തന്നെയുണ്ട്. 3 കുങ്കിയാനകൾ ഈ ആനയുടെ തൊട്ട് അരികിൽ തന്നെ ഇപ്പോഴും നില ഉറപ്പിച്ചിട്ടുണ്ട്. ഈ കുങ്കിയാനകളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ മയക്കത്തിൽ നിൽക്കുന്ന PT7 എന്ന കാട്ടാനയുള്ളത്. രണ്ടുപേരും കൊടുത്തു ചാർജ് നമ്പർ മറ്റൊന്നും എത്തിക്കാനും പറ. ആരാ പോകുന്നത്? അനുമോദ, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്?
ഒരു പഴയ സിംഗും ഒരു പുതിയ സിംഗും അല്ലേ?